INL സംസ്ഥാന പ്രസിഡന്റും ഒപ്പം തന്നെ MLA-യുമായിട്ടുള്ള അഹമ്മദ് ദേർക്കോൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ വടകരയാണല്ലോ വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സർവകക്ഷി യോഗം വേണമെന്നുള്ള നിലപാട് CPM സ്വീകരിക്കുന്നു. ലീഗും അതേ നിലപാട് സ്വീകരിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ INL-ന്റെ? ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഇന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്തു. അവിടെ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെക്കുറിച്ചും ഞങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. CPM-ഉം മുസ്ലിം ലീഗും പറഞ്ഞിട്ടുള്ള അതേ അഭിപ്രായത്തോട് 100% ഞങ്ങൾ യോജിക്കുകയാണ്. അവിടെ സമാധാനമുണ്ടാക്കാൻ എത്രയും പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് ബന്ധപ്പെട്ട സംഘടനകളുടെയും ഒക്കെ യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് INL-ന്റെ കാഴ്ചപ്പാട്. ഇതിലിപ്പം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ പറയുന്നത് അത് അവിടെ LDF-ന് ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കുശാഗ്രബുദ്ധിയോടുകൂടിയുള്ള ഇടപെടലാണ് എന്നാണ്. ഒപ്പം തന്നെ യൂത്ത് ലീഗ് ഇക്കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു, MSF വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. ആ വിയോജിപ്പുകളെ എങ്ങനെയാണ് കാണുന്നത്? പെട്ടെന്ന് ഇങ്ങനെ സർവകക്ഷി യോഗം വേണ്ട എന്നുള്ളതാണ് അവരുടെ നിലപാട്. നാദാപുരത്ത് ഉണ്ടാകുന്ന നാദാപുരത്ത് മുമ്പുണ്ടായ പ്രശ്നങ്ങളിലൊക്കെയും യൂത്ത് ലീഗ് ഇത്തരം ഒരു തീവ്ര നിലപാടുകൾ സ്വീകരിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സഖാവ് കണാരന ഒരു ജാഥയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. അതിനുശേഷം നിരവധി രാഷ്ട്രീയ സംഘടനകളും കൊലപാതകങ്ങളും ഉണ്ടാകുന്നു. നാദാപുരത്തെ തെരുവമ്പറമ്പിൽ നബീസു എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു. അന്ന് മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും പറഞ്ഞത് നബീസുവിനെ ബലാത്സംഗം ചെയ്തു എന്ന രീതിയിൽ പൊടിപ്പും തോങ്കലും വെച്ച് സംസ്ഥാന വ്യാപകമായി പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പ് നേട്ടമാക്കി അവർ ഉപയോഗപ്പെടുത്തി. പിന്നീട് നബീസു എന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല എന്നെ ഉപയോഗിച്ച് മുസ്ലിം ലീഗ് ഇതിൽ വലിയ ഫണ്ട് പിരിവ് നടത്തി, അതിലൊരു നയാ പൈസ പോലും എനിക്ക് തന്നില്ല എന്ന രീതിയിൽ അവർ തന്നെ പത്രസമ്മേളനം നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചിലപ്പോൾ അല്പം ചൂട് വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും അവിടെ ഇതുപോലെയുള്ള ആ പ്രക്ഷുബ്ധമായ അവസ്ഥകളെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു മനസ്സിൻ്റെ ഉടമകളാണവർ എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് കുറ്റം ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. അതിന് അന്വേഷണം നടത്തേണ്ടത്, കുറ്റവാളികളെ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. പോലീസ് ആ ചെയ്തവരെ പിടിക്കും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊണ്ടുവരണം എന്നത് തന്നെയാണ് രാഷ്ട്രീയമായ നമ്മുടെ നിലപാട്. ഇതിലിപ്പം PK കുഞ്ഞാലിക്കുട്ടി ആദ്യഘട്ടത്തിൽ തന്നെ ഇക്കാര്യം പറയുന്നു, സർവകക്ഷി യോഗം വിളിക്കണമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതേസമയമാണ് യൂത്ത് ലീഗും MSF-ഉം ഇതിന് വിരുദ്ധമായ ഒരു അഭിപ്രായം സ്വീകരിക്കുന്നത്. ലീഗിനകത്ത് തന്നെ രണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെടുകയാണ്. മുസ്ലിം ലീഗിനകത്ത് ഇക്കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും രൂക്ഷമായ അഭിപ്രായ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുക. ഹരിതയുമായി ബന്ധപ്പെട്ടൊരു വിവാദം നമുക്കൊക്കെ അറിയാമായിരുന്നു. അത് വളരെ മോശമായ നമുക്കറിയാം, ചില സ്ത്രീകൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇപ്പോൾ അടുത്താണ് അതൊക്കെ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തു എന്ന് പറയുന്നത്. എങ്ങനെയാണത് കോംപ്രമൈസ് ചെയ്യുക എന്ന് നമുക്കറിയില്ല. ഒരു ഭാഗം മുസ്ലിം ലീഗിൽ പലപ്പോഴും ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പലപ്പോഴും ഉയർന്നു വരും. അത് പിന്നീട് കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ് പതിവ്. ഇപ്പോഴും നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലും വ്യത്യസ്തമായ ചിന്താധാരകൾ അതിനകത്ത് രൂപപ്പെട്ടിരുന്നു. സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, യൂത്ത് ലീഗിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ നിലക്ക് പലപ്പോഴും യൂത്ത് ലീഗും മുസ്ലിം ലീഗുമായുള്ള സംഘർഷങ്ങൾ രൂപപ്പെട്ട് വരികയാണ്. അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് പക്വതയോടുകൂടി ഈ വിഷയത്തെ സമീപിച്ച് ആ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതം ഉറപ്പുവരുത്തണം എന്ന് മാത്രമാണ്. LDF എന്നുള്ള നിലയിൽ നിങ്ങളോടൊക്കെ CPM ഉൾപ്പെടെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ സർവകക്ഷി? അങ്ങനെ ഒരു സംസാരം ഇപ്പോൾ നടന്നിട്ടില്ല. ഭാവിയിൽ അങ്ങനെ സംസാരം നടക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തും. ലീഗിനോട് പക്ഷേ സംസാരിക്കുന്നുണ്ട്. അല്ല, ലീഗ് അതിൽ ഒരു ഭാഗത്ത് കക്ഷിയാണല്ലോ, ഞങ്ങളതിൽ കക്ഷിയല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും കക്ഷികൾ തമ്മിൽ തന്നെയാണ് പ്രഥമ ചർച്ചകൾ നടക്കേണ്ടത്. മറ്റു രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ പാർട്ടികളും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. വടകരയുടെ കാര്യത്തിൽ കൃത്യമായ നിലപാട് INL രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അമിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, റിപ്പോർട്ടർ, കോഴിക്കോട്.